ആരൊക്കെയുള്ളതെന്ന് അറിയാൻ കഴിയൂല. കഴിഞ്ഞ റജബിൽ എത്ര ആളുകളാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നവര്? പലരും മരിച്ചു പോയില്ലേ? പലരും ഖബറിലാണ്. അല്ലാഹു അവരെ ഖബറുകളൊക്കെ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. നമുക്ക് അല്ലാഹു ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സുള്ള തരട്ടെ. എപ്പോഴാണ് മരണമെന്നറിയാത്ത നമ്മള് ജീവിക്കുന്ന കാലം മറ്റുള്ളവർക്ക് തണലായി ജീവിക്കണം. നമ്മള് ഒരു അനാവശ്യ പ്രവർത്തനത്തിൽ മുതിരാതെ, അല്ലാഹു തന്ന കണ്ടുകൊണ്ട് ഒരു ഹറാമിലേക്ക് എമ്പ് കൊടുക്കാതെ, അല്ലാഹു തന്ന കാതുകൊണ്ട് ഒരു ഹറാമിയത്തിൽ കാത് കൊടുക്കാതെ, അല്ലാഹു തന്ന മനസ്സുകൊണ്ട് ഹറാമിയത്തി ചിന്തിക്കാതെ, അല്ലാഹു തന്ന നാവ് കൊണ്ട് ഒരാളെയും ചീത്ത പറയാതെ, ഒരാളെയും കുറ്റം പറയാതെ, ഒരാളെ ഗീബത്തിന് മീമത്ത് ഫസാദ് പറയാതെ, ഈ ചുരുങ്ങിയ കാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിക്കാൻ ഞാനടക്കമുള്ള നമ്മളെല്ലാവരും മനസ്സ് വെക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മളോട് വിട പറഞ്ഞില്ലേ? ഇനി അടുത്ത റജബ് വരുമ്പോ ഉമ്മമാരെ നമ്മളിൽ ആരുണ്ടെന്ന് അറിയാൻ പറ്റൂല. അല്ലാഹുവേ, ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ ദുആയിരുന്നോ മക്കളെ എന്ന് പറഞ്ഞ് മഹാന്മാരായ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റജബ് ഞങ്ങൾക്ക് ബറക്കത്തുള്ളതാക്കണമല്ല. ഈ ശഅബാൻ ഞങ്ങൾക്ക് ബറക്കത്തുള്ളതാക്കണമല്ല. ഈ റജബിന്റെ ഓരോ പ്രഭാതവും, ഈ ശഅബാനിന്റെ ഓരോ പ്രഭാതവും ബറക്കത്തുള്ളതാക്കണേ റഹ്മാനേ. റജബിലും ശഅബാനിലും അല്ലാഹു തരുന്ന ബറക്കത്തിൽ ഉൾപ്പെട്ടവരാവണം നമ്മളെ. അത് എങ്ങനെയാ തിരിച്ചറിയുന്നത്? അത് എങ്ങനെയാ തിരിച്ചറിയുന്നത്? ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? അവിടെയാണ് വിജയിക്കുന്നത്. നിസ്കാരത്തിലെ വിഷയത്തിൽ കൃത്യത കാണിച്ചിട്ടുണ്ടോ നമ്മള്? ഇത് റജബാണല്ലോ, ഇത് ശഅബാനാണല്ലോ, ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം ഒരു ജമാഅത്ത് പോലും വിടാതെ ഞാൻ കൊണ്ട് നടക്കുന്നുണ്ടോ? മറ്റുള്ള മാസങ്ങളിൽ നിസ്കരിക്കാത്ത സുന്നത്തുകൾ റജബിലും ശഅബാനിലും വന്നപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ടോ? അല്ലാഹ്, വർഷങ്ങളായി കാലങ്ങളായി അയൽവാസിയോട്, കുടുംബത്തോട്, കൂട്ടുകാരനോട്, തോളത്ത് കൈയിട്ട് നടന്ന കൂട്ടുകാരോട്, കൂടപ്പറപ്പിനോട് പിണങ്ങി നിന്നവർ റജബും ശഅബാനും വന്നപ്പോ അങ്ങോട്ട് സലാം പറഞ്ഞ് വേണ്ടിയിട്ടുണ്ടോ? അല്ലാഹ്, അവിടെയാണ് ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവണം നമുക്ക്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു 11 തവണ എല്ലാ പ്രിയപ്പെട്ടവരും 2 കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ചോദിക്കുക. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയൂല. ഒരുപാട് സ്വാലിഹീങ്ങൾ നമ്മളെ കൂടെ കൈകൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയുടെ പരിസരത്ത് വന്നവരെ നമ്മൾ മാത്രമല്ല ആമീൻ പറയുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തും വരുന്ന യൂട്യൂബിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഉമ്മമാരും ഉപ്പമാരും ഈ 2 കൈയും ഉയർത്തി പിടിച്ച് ദുആർക്കുകയാണ്. അവരുടെ കൂടെ നമുക്കും ദുആർക്കാം ഒരു 11 തവണ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ في رجب وشعبان وبلغنا رمضان. اللهم بارك لنا 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 في رجب وشعبان
وارزقنا فيه الصيام والقيام وتلاوة القرآن آمين برحمتك يا أرحم الراحمين. രണ്ട് കൈയിലൂതി കണ്ണുമുഖമെല്ലാം തടവുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബദൂർ ബൈവ അശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി أنت أم أم أبو ما رأينا فيهما مثل حسنك قد يا سيدي خير النبي ارتكبت على الخطا غير حسن وأدب لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي حسبي ربي جل الله لا إله إلا الله لا إله إلا الله إننا نرجو إلهك إسحاقك للعطاش يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلوا لا إله محمد رسول الله نحمد الله المجيب كل دعوات لنا. എല്ലാവരും മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ കരുതി കൊള്ളിക്കോ. എല്ലാവരും മനസ്സിൽ ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. എല്ലാവരും നിയത്ത് ചൊല്ലി نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر عليه ربنا صلى وسلم كل حالات على أحمد الهادي وآله والصحاب والولي نحن ندعو ربنا الكريم في توسل واستغاثة بقرة عيننا مدبور ولي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي لا إله إلا الله لا إله إلا الله الله إننا نأتي إليكم للإزاحة ما بنا شدة ضعافتي يا شيخنا مدبور ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي
كل عفريت وشيطان وجن مارد أذهب المنجنا يا قطبنا منور ولي كم كربات كشفت على عزيل دائه فكشف العلل ودايا شيخنا منور ولي الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله നമ്മുടെ മക്കൾക്ക് പരീക്ഷ വരികയാണ് റബ്ബേ നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാഹ് നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാഹ് നല്ല മാർക്കോടെ ഞങ്ങളെ മക്കളെ നീ വിജയിപ്പിക്കണേ റഹ്മാനേ നല്ല റാങ്കോടെ ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ നല്ല വിജയം നൽകണേ അല്ലാഹ് പരീക്ഷ വരുമ്പോ പല മക്കൾക്കും പേടി വരികയാണ് ടെൻഷൻ വരികയാണ് സങ്കടം വരികയാണ് എല്ലാം മാറ്റി കൊടുത്ത് ഞങ്ങളെ മക്കളെ മനസ്സിന് നല്ല ശക്തി നൽകണേ റഹ്മാനേ പരീക്ഷയ്ക്ക് ഓരോ ചോദ്യങ്ങൾക്ക് നല്ല റാഹത്തോടെ ആൻസർ ചെയ്താ ഞങ്ങളെ വിദ്യാർത്ഥിനികൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് فرج عنا الأذى وكل ما يعيبنا في الدنيا وفي المعاد شيخنا مدبور ولي كنت كغفل فاميا لمن أتاك لاجئا كنت فينا ناصريا سيدي مدبور ولي أردنا بك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور ولي أنت أستاذ لنا أم شيخنا فما لنا منهما حسبك رشد منك يا مدبور ولي يا ربنا اللهم أوصلنا إلى مأمولنا وارحمنا دائما يا شيخنا مدبور ولي مدبور الواعو തിങ്കളെ കുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾ കേകണേ യാ ശൈഖന ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് രണ്ട് കൈയിലോതി മുഖം തടവുക ഒരു 33 തവണ അസ്തഗ്ഫിറുല്ലാഹൽ എന്ന ദിക്ർ ചൊല്ലണേ ഒന്ന് മുതൽ തുടങ്ങിയാൽ 33 തവണ ചൊല്ലുന്നതിന്റെ ഇടയ്ക്ക് ഒരു സംസാരത്തിൽ ആരും ഏർപ്പെടാതെ 33 തവണ മനസ്സറിഞ്ഞ് ചൊല്ലുക എല്ലാവരും മനസ്സിനെ റബ്ബിലേക്ക് തിരിക്കുക ഒരു സംസാരത്തിൽ ഏർപ്പെടാതെ മറ്റൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ 33 തവണ 34 ചൊല്ലൂല വള്ളി 33 പക്ഷേ അതൊരു ഒന്നാന്തരം 33 ആവണം നമ്മൾ ചെയ്തു പോയ പാപഭാരങ്ങളെല്ലാം ഇവിടെ വെച്ച് ഈ നിമിഷം വന്ന് നമുക്ക് മാപ്പ് തരണം പവിത്രമായ ശഅബാനിലെ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരുമ്പോ ആ പരിശുദ്ധമായ ബറാഅത്ത് രാവിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിലേക്ക് മലക്കുകൾ ഉയർത്തുമല്ലോ നമ്മളൊരു വർഷത്തിൽ ചെയ്ത എല്ലാ നന്മകളെ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ചെയ്ത എല്ലാ തിന്മകളെ എല്ലാ കാര്യങ്ങളും യജമാനനായ റബ്ബിന്റെ ദർബാറിലേക്ക് മാലാഖമാരെ കൊണ്ടുപോകുന്ന ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരുമ്പോ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു മഹത്തായ ബറാഅത്തിന്റെ രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഒരു പാപങ്ങളില്ലാത്ത പവിത്രമായ രാവായിട്ട് ഈ ബറാഅത്തിന്റെ രാവിലൂടെ നമ്മളെ കടന്നു പോകണോ ചെയ്തു കൂട്ടിയ പാപഭാരങ്ങളെ കണ്ടുപോയ പാപഭാരങ്ങളെ ചിന്തിച്ചു കൂട്ടിയ പാപഭാരങ്ങളെ പറഞ്ഞുപോയ പാപഭാരങ്ങളെ എല്ലാം ഈ
പരിശുദ്ധ ശഅബാനിന്റെ പവിത്രമായ ഈ മജ്‌ലിസിലൂടെ 33 ഇസ്തിഗ്ഫാറിലൂടെ നമ്മളെ കഴുകി കളയാൻ പോവുകയാ. നമ്മുടെ മനസ്സിലാരോട് പിണക്കം വേണ്ട, നമ്മുടെ മനസ്സിലാരോട് വൈരാഗ്യം വേണ്ട. ഈ 33 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ മനസ്സിനോട് ആദ്യം ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 33 ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ നമ്മളൊരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ്. അല്ലാഹ് എന്നെ ചീത്ത പറഞ്ഞവരുണ്ട്, എന്നെ കുറ്റം പറഞ്ഞവരുണ്ട്, കൂടെ നടന്ന് പാര തന്നവരുണ്ട്, എന്നെ പരിഹസിച്ചവരുണ്ട്. ഒരു അവസരം കിട്ടിയാൽ, ഒരു ചാൻസ് കിട്ടിയാൽ എന്നെ പരാജയപ്പെടുത്താൻ പലതും എനിക്കെതിരെ കളിച്ചവരുണ്ട്. അവർക്കെല്ലാം ഞാൻ മാപ്പ് കൊടുക്കുകയാണ്. അല്ലാഹ് എന്റെ അയൽവാസികൾക്ക്, എന്റെ കൂടപ്പിറപ്പിങ്ങൾക്ക്, എന്റെ കുടുംബങ്ങൾക്ക്, എന്റെ കൂടെ ജോലി ചെയ്തവർക്ക്, ആരോടൊക്കെ ഞാൻ എതിര് കാണിച്ചിട്ടുണ്ടോ, ആരൊക്കെ എന്നോട് എതിര് കാണിച്ചിട്ടുണ്ടോ, ആരൊക്കെ എന്നെ ആക്രമിച്ചിട്ടുണ്ടോ, ആരൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, എല്ലാവർക്കും ഈ പുണ്യമായ മജ്‌ലിസിൽ ഞാൻ മാപ്പ് കൊടുക്കുന്നു. അല്ലാഹ് ഈ അണ്ടയുടെ തിരുമുറ്റത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ഇനി ഒരാളോട് പിണക്കമില്ലാത്ത മനസ്സോടെ പോവണം ഉമ്മ. ഇനി ഒരാളോട് വൈരാഗ്യമില്ലാത്ത മനസ്സോടെ പോവണം ചെറുപ്പക്കാരാ. എല്ലാം ഈ മണ്ണിൽ ഒഴിവാക്കിയിട്ട് നമ്മളെ പോവണം പ്രിയപ്പെട്ടവരെ. ഒരാളെ കുറ്റപ്പെടുത്തി പറയല്ല, നമ്മൾ അങ്ങനെയാണെന്ന് പറയല്ല. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെയുള്ള മനസ്സുള്ളവരുണ്ടെങ്കിൽ ഈ ജനലക്ഷങ്ങള് ആ തീരുമാനമെടുക്കുമ്പോ ഇവിടുന്ന് നമ്മളും ആ തീരുമാനമെടുക്കുക. ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു. അല്ലാഹ് ഇനി പറയാത്താണ് വരാൻ പോകുന്നത്. ഒരു നല്ല മനസ്സിന്റെ ഉടമയാവണം നമുക്ക്, ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയാവണം നമുക്ക്, കണ്ണാടി ചില്ല് പോലെ നല്ല പ്രകാശമുള്ള ഹൃദയത്തിന്റെ ഉടമയാവണം നമുക്ക്. പടച്ചറബേ എങ്കിലേ നമ്മളെ ആഖിറത്ത് നന്നാവോ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. 33 തവണ അസ്തഗ്ഫിറുല്ലാഹി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കുറേ നേട്ടമുണ്ട്. ഒന്ന്, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഴുവൻ നബിമാരെ ചൊല്ലിയ ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹി. ആ ദിക്റിന്റെ പോരിശ എത്രയാണ്, ആ ദിക്റിന്റെ പവർ എത്രയാണ്, എല്ലാവരും ചൊല്ലിക്കണം. അതുകൊണ്ട് നമ്മളെ ചൊല്ലണം. പള്ളി 33. പക്ഷേ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആലോചിക്കാൻ ഞാനെല്ലാവർക്കും പൊരുത്തപ്പെട്ടു. എന്റെ മനസ്സിൽ ആരോട് ഇനി ദേഷ്യം, ഇനി വൈരാഗ്യം, അതെല്ലാവരും ഈ മനസ്സിൽ നിന്ന്. ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിലൊന്നും അങ്ങനെ ഉണ്ടാകൂല, എങ്കിലും അങ്ങനെ കേൾക്കും, ഇങ്ങനെ കേൾക്കുന്ന കൂലി. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ തെറ്റുകൾ പൊറുക്കും. അത് മാത്രമല്ല കേട്ടോ, വേറെ കുറെ ഗുണമുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ കടങ്ങൾ വീഴും. എത്രത്തോളം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നോ അത്രത്തോളം നമ്മുടെ ബിസിനസ്സിന് അല്ലാഹു ഉയർത്തിത്തരും. നിങ്ങൾ ചൊല്ലിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവം വരും. ഉറപ്പാണ്, ഉറപ്പാണ് കിട്ടി തരും. പക്ഷെ നിങ്ങൾ ചൊല്ലും. ഇസ്തിഗ്ഫാർ നമ്മളെല്ലാവരും ചൊല്ലും. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ മാറ്റം തരും. മക്കളില്ലാത്തവർക്ക് മക്കൾ തരും. വെള്ളമില്ലാത്ത കിണറ്റിലും കുയൽക്കിണറും അല്ലാഹു നല്ല വെള്ളം തരും. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ 33 തവണ മനസ്സറിഞ്ഞ് ചൊല്ലുക. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അത് ചൊല്ലുമ്പോ മനസ്സിലൊന്ന് തീരുമാനിക്കുന്നത് ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഇവിടെ എന്തുണ്ടെങ്കിലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നതിനാണ്. എങ്കിലാണ് അല്ലാഹു നമ്മളോട് പൊറുക്കും. നമ്മളെ തെറ്റുകളൊക്കെ പടച്ചറപ്പ് നമ്മളോട് പൊറുക്കപ്പെട്ട് തരട്ടെ. അല്ലാഹു മാപ്പാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് 33 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമ്മുടെ മജ്‌ലിസിൽ ഇത്രയും നേരം വെച്ച ബറക്കത്തിന്റെ തേന്, ആ തേന് നിങ്ങൾ എല്ലാവരും കൈകളിൽ